സംസ്ഥാനത്തെ ലഹരി അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ വിശാല ആലോചനാ യോഗം വിളിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തിന്റെ സകല മേഖലകളിലുമുള്ള ആളുകളെയും ഉൾപ്പെടുത്തിയാകും യോഗം. ലഹരി തടയാൻ സർക്കാർ ഇടപെട്ടാൽ പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കി. താമരശ്ശേരി ഷഹബാസ് വധക്കേസിനെ കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ കേരളീയ കൗമാരത്തെക്കുറിച്ചുള്ള ഗഹനമായ സംവാദത്തിനാണ് മുഖ്യമന്ത്രി തുടക്കം കുറിച്ചത്. സിനിമ കുട്ടികളിലുണ്ടാക്കുന്ന ദുസ്വാധീനത്തെക്കുറിച്ച് ആവേശം സിനിമയെ അധികരിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു, എടാ മോനെ എന്ന് വിളിക്കുന്നൊരു രംഗമില്ലേ സിനിമയിലെ ഏതോ ഒരു സിനിമയിൽ ഒരു നടൻ വന്നിട്ട് ആവേശം അപ്പോൾ എടാ മോനെ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത്. പിന്നെ അയാളൊരു റൗഡിയാണ്, മറ്റേയാളെ കുട്ടികളെ അത് കണ്ടിട്ട് കുട്ടികള് ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. കണ്ടില്ല എന്നുള്ളതല്ല, ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്നർത്ഥം. ആ സിനിമ ഞാൻ കാണാൻ റെഡിയായിരുന്നു, ഒരു ഘട്ടത്തിൽ ഞാൻ കണ്ടിരുന്നു. കുട്ടികളിൽ ഡിജിറ്റൽ അഡിക്ഷൻ കൂടുന്നു. ഏറ്റവും കൂടുതൽ കൊല്ലുന്നയാൾ ഹീറോയായി പരിഗണിക്കപ്പെടുന്നു. ഏറ്റവും കൂടുതൽ അക്രമവും കൊലയും നടത്തുന്ന ആള് ഹീറോ എന്നൊരു നില, അത് ഒരു തരം ഹീറോ വർഷിപ്പ്. അതിന്റെ ഭാഗമായി എല്ലാവരെയും തല്ലി ഒതുക്കലാണ് ഒരു മഹത്വം. അങ്ങനെയാണ് ഞാൻ മാറേണ്ടത് എന്ന് ചിന്തിക്കുന്ന കുട്ടി ഇങ്ങനെയൊക്കെ മാറുകയാണ് കുട്ടികളുടെ മനസ്സ് അടഞ്ഞു പോകാനുള്ള കാരണം ഇന്നത്തെ സാമൂഹിക സാഹചര്യമാണ്. ഓരോ പെട്ടിയായിട്ടാണ് ഓരോ സ്ഥലം. വീട്ടിലെ മുറി ഒരു പെട്ടി, പിന്നെ സ്കൂൾ ബസ് വേറൊരു പെട്ടി, അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ക്ലാസ് മുറി എന്ന വേറൊരു പെട്ടി. ഈ തരത്തിലേക്ക് കുട്ടി കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അത് കുട്ടിയുടെ ബാല്യം. ഇന്നത്തെ ഇളം തലമുറ അസ്വസ്ഥമാണ്. എല്ലായിടത്തും മത്സരം. ഒപ്പമുള്ളയാളെ തോൽപ്പിക്കുമ്പോഴാണ് ജയിക്കുക എന്ന കമ്പോള യുക്തിയാണ് ലോകത്തെ ഭരിക്കുന്നത്. നമ്മുടെ ഇളം തലമുറ വല്ലാതെ അസ്വസ്ഥമാണിന്ന്. അതാണ് ഒരു പ്രത്യേകത. ഒരു കാര്യം ചിലപ്പോൾ എൻ്റെ വീക്ഷണത്തിൽ നിങ്ങൾ ചിലർ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയെന്ന് വരും. മുതലാളിത്തവും ആധുനിക മുതലാളിത്തവും അതിൻ്റെ ഭാഗമായി വന്ന പുതിയ കമ്പോള വ്യവസ്ഥയും അതിൻ്റെ എല്ലാം ഭാഗമായി ഉയർന്നു വന്ന അതിതീവ്ര മത്സരാധിഷ്ഠിത ജീവിതവും കുട്ടികളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. വലിയ തോതിലുള്ള അസ്വസ്ഥത കുട്ടികളിൽ വരികയാണ്. വീടുകളിൽ കുട്ടികളോടൊപ്പം സമയം പങ്കിടാൻ ആർക്കും സമയമില്ല. ഇതോടെ കുട്ടി തൻ്റെതായ ഡിജിറ്റൽ ലോകത്തേക്ക് പോകുകയാണ്. ഓരോരുത്തരും അവരവരുടേതായ സ്വകാര്യ ലോകങ്ങളിൽ. സ്വകാര്യ ലോകം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ TV സീരിയലാകാം, അല്ലെങ്കിൽ ഫോണിൽ അഭിരമിക്കലാകാം. ഇപ്പോൾ കുട്ടിക്ക് വരുന്നത് എന്താ? ഒരുതരം വല്ലാത്ത അനാഥാവസ്ഥ. ഇല്ലായ്മയുടെ ഭാഗമായി വളർന്ന തൻ്റെ കുട്ടിക്കാലവും മുഖ്യമന്ത്രി ചുരുങ്ങിയ വാക്കുകളിൽ ഓർത്തെടുത്തു. അല്ല, ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരു 1-2 ഷർട്ടേ ഉണ്ടാവും. അപ്പോൾ അന്നത് വേറെ ഷർട്ട് വേണമെന്ന് തോന്നില്ലല്ലോ, മറ്റത് നില തോന്നില്ലല്ലോ. അതിൻ്റെ ചില കഥകളുണ്ട്. ആ കഥകളിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല, ഇരിക്കട്ടെ. ഭരണ പ്രതിപക്ഷം ലഹരിക്കെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന ആഹ്വാനമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലാകെ നിറഞ്ഞത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.